ഡിയർ ഫ്രണ്ട്സ്, 143 കോടിയോളം വരുന്ന ജനങ്ങൾ അധിവസിക്കുന്ന ഒരു വലിയ ഭൂപ്രദേശത്തിൻ്റെ പേരാണ് ഇന്ത്യ. ആ ഇന്ത്യ മഹാരാജ്യത്തിലെ ഒരു പ്രധാനപ്പെട്ട ഒരു സംസ്ഥാനം കൂടിയാണ്. ഏകദേശം 3,51,00,000 വരുന്ന ജനങ്ങൾ അധിവസിക്കുന്ന ഒരു സംസ്ഥാനമാണ് നമ്മുടെ കേരളം. ഈ വരുന്ന വലിയ ഒരു ജനാവലി ദിനേന യാത്ര ചെയ്യുന്നവരാണ്. അവരുടെ വ്യത്യസ്തമായ ആവശ്യങ്ങൾക്ക് വേണ്ടി അവർ വ്യത്യസ്തമായ സ്ഥലങ്ങളിലേക്ക് അവർ നിരന്തരം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. സഞ്ചരിക്കാൻ പുതിയ കാലത്ത് പ്രധാനമായും അവർ ആശ്രയിക്കുന്നത് വ്യത്യസ്തമായ അവരുടെ വാഹനങ്ങളെ തന്നെയാണ്. എത്രയോ മോട്ടോർ വാഹനങ്ങളുണ്ട്, അതുപോലെ വ്യത്യസ്തമായ കാറുകളിലൂടെ സഞ്ചരിക്കുന്നവരുണ്ട്. എന്നിങ്ങനെ നമ്മൾ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് പരിശോധിച്ച് നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റുന്നത് മില്യൺ കണക്കിന് വരുന്ന വാഹനങ്ങൾ വർഷം തോറും വിൽക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നത് തന്നെയാണ്. നമ്മൾ കേരളത്തിൻ്റെ വ്യത്യസ്ത ഗ്രാമാന്തരങ്ങളിൽ പരിശോധിച്ച് നോക്കുമ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്നത് ഒരു വീട്ടിൽ തന്നെ ചിലപ്പോൾ ഒന്നിൽ കൂടുതൽ വാഹനങ്ങൾ വരെ ചെറിയൊരു അണുകുടുംബമാണ് നമ്മുടെ കേരളത്തിൻ്റെ പശ്ചാത്തലങ്ങളിലുള്ളതെങ്കിലും ആ അണുകുടുംബങ്ങളിൽ പോലും വ്യത്യസ്തമായ വാഹനങ്ങൾ, ഒന്നിൽ കൂടുതൽ വാഹനങ്ങൾ ഉപയോഗിക്കുന്നവരാണ് നമ്മൾ. സൂചിപ്പിച്ചതുപോലെ നിരന്തരമായ നമ്മുടെ ഈ യാത്ര തിടുക്കത്തിൽ നമ്മൾ പെട്ടുപോകുന്ന പുതിയ ഒരു മേഖലയാണ് AI ക്യാമറ. കഴിഞ്ഞ മെയ് 6 നമ്മുടെ സംസ്ഥാനത്ത് AI ക്യാമറകൾ പ്രവർത്തിച്ചു തുടങ്ങിയത്. ഏകദേശം ആദ്യ ദിവസം തന്നെ ഏകദേശം 28,891 നിയമലംഘനങ്ങളായിരുന്നു സംസ്ഥാനത്ത് രേഖപ്പെടുത്തിയത്. രണ്ടാം ദിവസം പറയുന്നു 49,317 കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇങ്ങനെ നമ്മൾ കുടുങ്ങാനുള്ള കാരണം, പലരും കുടുങ്ങുന്നത് അവർക്ക് ഒരു റോഡിൽ നിന്ന് മറ്റൊരു റോഡിലേക്ക് തെറ്റുമ്പോൾ ആ റോഡിൽ നമ്മൾ പാലിക്കേണ്ട നിയമങ്ങൾ, എത്ര സ്പീഡിലൂടെയാണ് നമ്മൾ സഞ്ചരിക്കേണ്ടത് എന്ന് അറിയാത്തത് കൊണ്ടായിരിക്കാം പലപ്പോഴും നമ്മൾ ഈ ക്യാമറകൾക്ക് മുമ്പിൽ കുടുങ്ങുന്നത്. പ്രാദേശിക പ്രത്യേകതകൾ മാനിച്ച് ഓരോ റോഡിനും അതിൻ്റേതായ ചില വേഗതാ നിയന്ത്രണങ്ങളുണ്ടാകും. ഡ്രൈവർമാർ ഹൈവേയിൽ നിന്ന് ഒരു പ്രാദേശിക റോഡിലേക്ക് മാറുന്ന സാഹചര്യത്തിൽ അവരുടെ സ്പീഡ് കുറയേണ്ടതാണ്. അതായത് ഹൈവേയിൽ പോകേണ്ട സ്പീഡിലല്ല പ്രാദേശിക റോഡുകളിൽ സഞ്ചരിക്കേണ്ടത്. ഹൈവേയിൽ സഞ്ചരിക്കുന്ന സ്പീഡിൽ പ്രാദേശിക റോഡിൽ സഞ്ചരിച്ചു കഴിഞ്ഞാൽ പിഴ ഈടാകാനും, അതായത് അമിത വേഗത വഴി പിഴ ഈടാകാനും AI ക്യാമറയുടെ കണ്ണിൽ പെടാനുമുള്ള സാഹചര്യമുണ്ട്. ഇങ്ങനെയുള്ള സന്ദർഭത്തിൽ ഗൂഗിൾ മാപ്പിൻ്റെ പുതിയ ഫീച്ചറായ സ്പീഡോമീറ്റർ എന്ന പുതിയ ഫീച്ചർ നിങ്ങൾക്ക് സഹായത്തിനുണ്ടാകും. അതിനായി നിങ്ങൾ സ്പീഡോമീറ്റർ നിങ്ങളുടെ ഗൂഗിൾ മാപ്പിൽ ഓൺ ചെയ്ത് കൊടുക്കേണ്ടതാണ്. ഓൺ ചെയ്തു കൊടുക്കുന്ന വീഡിയോ ഇപ്പോൾ നിങ്ങൾക്ക് കൃത്യമായി കാണിച്ചു തരുന്നതായിരിക്കും. നിങ്ങൾ ആദ്യം ഗൂഗിൾ മാപ്പ് ഓപ്പൺ ചെയ്യുക. ഗൂഗിൾ മാപ്പ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ളൊരു ഇൻ്റർഫേസ് ആയിരിക്കും നിങ്ങൾക്ക് കാണിക്കുക. ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ അക്കൗണ്ട് കാണാവുന്നതാണ്. അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സെറ്റിംഗ്സ് എന്നുള്ള ഓപ്ഷൻ കാണാവുന്നതാണ്. താഴെ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ, അതായത് നിങ്ങളുടെ പ്രൊഫൈലിൻ്റെ മേലിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തത് കഴിഞ്ഞാൽ നിങ്ങൾ സെറ്റിംഗ്സ് എന്ന ഓപ്ഷനിൽ, താഴെ ഭാഗത്ത് കാണുന്ന സെറ്റിംഗ്സ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്താൽ താഴെ ഇപ്പോൾ നിങ്ങൾക്ക് ആപ്പ് ലാംഗ്വേജ്, ഓഫ്ലൈൻ മാപ്സ് തുടങ്ങിയ ഒരുപാട് സെറ്റിംഗ്സുകൾ കാണാവുന്നതാണ്. അതിൽ നിങ്ങൾ താഴെ ഭാഗത്തേക്ക് വരിക. താഴെ ഭാഗത്തേക്ക് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ നാവിഗേഷൻ സെറ്റിംഗ്, ഇപ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്നത് പോലെ നാവിഗേഷൻ സെറ്റിംഗ്സ് എന്നുള്ള ഓപ്ഷൻ കാണാവുന്നതാണ്. നാവിഗേഷൻ സെറ്റിംഗ്സ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ താഴെ ഭാഗത്തേക്ക് വീണ്ടും സ്ക്രോൾ ചെയ്യുക. സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ ഡ്രൈവിംഗ് ഓപ്ഷൻസ് എന്ന ഓപ്ഷൻ കാണാവുന്നതാണ്. ഇവിടെ നിങ്ങൾക്ക് ഡ്രൈവിംഗ് ഓപ്ഷൻസിൻ്റെ താഴെ സ്പീഡോമീറ്റർ എന്നുള്ള ഓപ്ഷൻ കാണാവുന്നതാണ്. അത് നിങ്ങളുടെ മൊബൈലിൽ ഇനേബിൾ ചെയ്തിട്ടില്ല എങ്കിൽ നിങ്ങൾ ഇനേബിൾ ചെയ്ത് കൊടുക്കുക. സ്പീഡോമീറ്റർ ഇനേബിൾ ചെയ്യുന്നതോടൊപ്പം നിങ്ങളുടെ മൊബൈലിൽ ഗൂഗിൾ മാപ്പിൽ സ്പീഡോമീറ്റർ ഓപ്ഷൻ ഓൺ ചെയ്ത് കഴിഞ്ഞു. നിങ്ങൾ സ്പീഡോമീറ്റർ ഓൺ ചെയ്ത് നാവിഗേറ്റ് ചെയ്യുന്ന സന്ദർഭത്തിൽ നിങ്ങളുടെ GPS വേഗത കാണിക്കുന്നതോടൊപ്പം നിങ്ങൾ നിങ്ങളുടെ വേഗതയുടെ പരിധി മറികടന്നാൽ, അതായത് ആ റോഡിൽ പാലിക്കേണ്ട സ്പീഡ് നിങ്ങൾ മറികടന്നാൽ, അമിത വേഗതയിലേക്ക് എത്തിച്ചേർന്നു കഴിഞ്ഞാൽ മുന്നറിയിപ്പിൻ്റെ നിറം
മാറുന്നതായും അമിത വേഗതയെക്കുറിച്ചുള്ള സൂചനകൾ നിങ്ങൾക്ക് നാവിഗേറ്റ് ചെയ്യുന്ന സന്ദർഭത്തിൽ കാണാവുന്നതാണ്. AI സാങ്കേതിക വിദ്യ ഉപയോഗിച്ചാണ് സ്പീഡോമീറ്റർ പ്രവർത്തിക്കുന്നത്.